നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. യക്ഷിയെ പ്രണയിച്ച വെൺമണി നമ്പൂതിരിപ്പാടിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വെൺമണി നമ്പൂതിരിപ്പാട്ടിലെ ഇല്ലം എറണാകുളം ജില്ലയിലെ വെള്ളാരപ്പള്ളി എന്ന സ്ഥലത്തായിരുന്നു. വെൺമണി മനയിൽ ഒരു കാലത്ത് ബുദ്ധിമാന്യമുള്ള ഒരു ബ്രാഹ്മണകുമാരൻ ജനിച്ചു. ബ്രാഹ്മണകുമാരനെ അവൻ്റെ വളർച്ചയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ യഥാകാലം ഉപനയനം, സമാവർത്തനം മുതലായവ കഴിച്ച് വേദാധ്യയനത്തിനായി തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിൽ കൊണ്ടുവന്ന് ആക്കി. അദ്ദേഹം വേദാധ്യയനം ചെയ്ത് തൃശ്ശൂർ താമസിച്ചിരുന്നത് സഹപാഠികളുടെ പരിഹാസപാത്രമായിട്ടാണ്. അക്കാലത്ത് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൻ്റെ ഭിത്തിയിൽ ഒരു ചിത്രകാരൻ ഒരു യക്ഷിയുടെ ചിത്രം വരയ്ക്കുകയുണ്ടായി. അതിന് സർവ്വലക്ഷണങ്ങളും ഒത്തുവരികയാൽ ആ യക്ഷിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ആരെങ്കിലും ആ ചിത്രത്തിനരികിൽ ചെന്ന് ഇന്ന് രാത്രി വരണം എന്ന് പറയുകയാണെങ്കിൽ യക്ഷി അവരുടെ അടുത്തേക്ക് എത്തും. ആ യക്ഷി രാത്രികാലങ്ങളിൽ സഹശയനത്തിനായി ആ ദിക്കിലുള്ള യവനയുക്തരായ പുരുഷന്മാരുടെ അടുക്കൽ ചെല്ലുകയും അങ്ങനെ പലരെയും ഉപദ്രവിക്കുകയും പതിവായിരുന്നു. അക്കാലത്ത് ആ ദിക്കിൽ യക്ഷിയാൽ ബാധിതരായി ആ ദിവ്യരതിക്രീഡയെ അനുഭവിക്കാൻ അശക്തരായ ചിലർ പിറ്റേ ദിവസത്തേക്ക് മരിച്ചു പോവുകയും ചിലർ എഴുന്നേൽക്കാൻ പാടില്ലാത്ത വിധം ക്ഷീണിച്ച് അവശരായിത്തീരുകയും നല്ലപോലെ ദേഹബലം ധൈര്യവുമുള്ള ചിലർ മാത്രം അപകടമൊന്നും കൂടാതെ രക്ഷപ്പെടുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. മേൽപ്പറഞ്ഞ ചിത്രത്തിൻ്റെ അടുത്ത് പുരുഷന്മാരാരെങ്കിലും ചെന്ന് ഇന്ന് രാത്രിയിൽ എൻ്റെ അടുക്കൽ വരണമെന്ന് പറഞ്ഞാൽ അന്ന് ആ രാത്രിയിൽ യക്ഷി ആ പുരുഷൻ്റെ അടുക്കലെത്തും. ആ യക്ഷിക്ക് അങ്ങനെ ഒരു വിശേഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്ന കാലത്ത് ഒരു ദിവസം വൈകുന്നേരം ചില ഉണ്ണി നമ്പൂതിരിമാരും വെൺമണി ഉണ്ണി നമ്പൂതിരിയും കൂടി വടക്കുംനാഥ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോയി. ആ യക്ഷിയുടെ ചിത്രത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഉണ്ണി നമ്പൂതിരിമാരെല്ലാവരും കൂടി പറഞ്ഞിളക്കി വെൺമണി നമ്പൂതിരിപ്പാടിനെ കൊണ്ട് ആ യക്ഷിയുടെ അടുക്കൽ ഇന്ന് രാത്രിയിൽ എൻ്റെ അടുക്കൽ വരണം എന്ന് പറയിച്ചു. അങ്ങനെ പറഞ്ഞാലുണ്ടാകുന്ന ഫലം എന്താണെന്നൊന്നും ആ വെൺമണി നമ്പൂതിരിക്ക് അറിയില്ലായിരുന്നു. തൊഴുകൽ കഴിഞ്ഞ് എല്ലാവരും കൂടി ബ്രഹ്മസ്വം മഠത്തിലേക്ക് പോയി. എല്ലാവരും ഉറക്കമായപ്പോൾ യക്ഷി വാക്ക് പാലിച്ചുകൊണ്ട് വെൺമണി നമ്പൂതിരിപ്പാടിൻ്റെ അടുക്കലെത്തി. പിന്നെ അവർ യഥേഷ്ടം സുഖാനുഭൂതിയോടുകൂടി സഹശയനം ചെയ്തു. സുഖാനുഭവങ്ങളെല്ലാം കഴിഞ്ഞ് അന്ത്യയാമം ആകാറായപ്പോൾ യക്ഷി എനിക്കിവിടെ താമസിക്കാൻ പാടില്ല, മനുഷ്യസഞ്ചാരം തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് സ്വസ്ഥാനത്ത് എത്തണം, അതിനാൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഉടനെ നമ്പൂതിരിപ്പാട് ഇന്ന് രാത്രിയിലും വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ യക്ഷി അവിടേക്ക് അങ്ങനെ ആഗ്രഹവും എൻ്റെ പേരിൽ സന്തോഷവുമുണ്ടെങ്കിൽ ഞാൻ ഇന്നല്ല എല്ലാ ദിവസവും രാത്രിയിൽ അങ്ങയുടെ അടുത്ത് വന്നുകൊള്ളാം. എന്നാലൊരു കാര്യമുണ്ട്, അവിടുന്ന് എൻ്റെ സമ്മതം കൂടാതെ വേറൊരു സ്ത്രീയെ തൊട്ടാൽ പിന്നെ ഞാൻ അവിടുത്തെ അടുക്കൽ വരികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഇല്ല, എൻ്റെ അച്ഛനാണേ സത്യം, നിൻ്റെ അനുവാദം കൂടാതെ ഞാൻ യാതൊരു സ്ത്രീയെയും തൊടുകയില്ല. ഇത് കേട്ടപ്പോൾ യക്ഷി സന്തോഷത്തോടു കൂടി എന്നാൽ ഞാൻ പതിവായി വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് പോവുകയും പിന്നെ പതിവായി രാത്രി തോറും നമ്പൂതിരിപ്പാടിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം അവർ പരസ്പര സ്നേഹാകുലരായി ജീവിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്പൂതിരിപ്പാട്ടിലെ വേദാധ്യയനം നിർത്തി ഇല്ലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി അച്ഛൻ നമ്പൂതിരിപ്പാട് ഒരു ദിവസം തൃശ്ശൂരിൽ ചെന്നു. അന്ന് രാത്രിയിൽ യക്ഷി വന്നപ്പോൾ നമ്പൂതിരിപ്പാട് വളരെ ദുഃഖത്തോടുകൂടി എന്നെ ഇല്ലത്തേക്ക് കൊണ്ടുപോകാൻ അച്ഛൻ വന്നിട്ടുണ്ട്, നാളെ രാവിലെ പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ എന്താണ് വേണ്ടത് എന്ന് യക്ഷിയോട് ചോദിച്ചു. അപ്പോൾ യക്ഷി പറഞ്ഞു, അവിടുന്ന് ഒട്ടും വ്യസനിക്കേണ്ട, അവിടുന്ന് ഇല്ലത്തേക്ക് പോയാൽ പിന്നെ പതിവായി അവിടുന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അവിടെയും വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ മകൻ നമ്പൂതിരിപ്പാട് ഇല്ലത്ത് ചെന്ന് താമസമായതിൻ്റെ ശേഷവും യക്ഷി രാത്രി തോറും പതിവായി അവിടെയും വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ നമ്പൂതിരിപ്പാടും മകനെ കൊണ്ട് ഒരു വേളി കഴിപ്പിക്കണമെന്ന് നിശ്ചയിച്ച് അതിനുവേണ്ട പരിശ്രമങ്ങൾ ആരംഭിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ താൻ വേളി കഴിച്ചാൽ പിന്നെ യക്ഷി തൻ്റെ അടുക്കൽ വരികയില്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം തനിക്ക് വേളി കഴിക്കാൻ മനസ്സില്ലെന്നും അതിനായി അച്ഛൻ നിർബന്ധിക്കരുതെന്നും മറ്റൊരാൾ മുഖാന്തരം അച്ഛനെ അറിയിച്ചു. അച്ഛൻ കോപത്തോടുകൂടി ശകാരിച്ചത് കേട്ടപ്പോൾ സാധുവും ശുദ്ധഹൃദയനുമായ ആ മകൻ നമ്പൂതിരിപ്പാട്ടിലേക്ക് വലിയ വ്യസനമുണ്ടായി. പതിവ് സമയമായപ്പോൾ യക്ഷി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. യക്ഷി വന്നു കഴിഞ്ഞപ്പോൾ ഈ നമ്പൂതിരിപ്പാട് തൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ യക്ഷി പറഞ്ഞു, അവിടുന്ന് ഒട്ടും വ്യസനിക്കേണ്ട,
വെളി കഴിക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധവുമില്ല. അവിടുന്ന് വെളി കഴിച്ചാലും എന്നെ ഉപേക്ഷിക്കരുത് എന്ന് മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ. വെളി കഴിച്ചാൽ ഒന്നരാടം ദിവസം ആ അന്തർജനത്തിൻ്റെ അടുക്കൽ സഹശയനം ചെയ്തു കൊള്ളണം. ഒന്നരാടം ദിവസം ഒന്നിടവിട്ടുള്ള ദിവസം മാറി മാറി എൻ്റെ സ്ഥലത്ത് മാറിക്കിടന്നു കൊള്ളണം. ആ ദിവസങ്ങളിൽ ഞാൻ അവിടുത്തെ അടുക്കൽ വന്നുകൊള്ളാം. അതിനാൽ നാളെ രാവിലെ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് വെളി കഴിക്കാൻ സമ്മതമാണ് എന്ന് പറയണമെന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് ഈ മകൻ നമ്പൂതിരിപ്പാട് കാര്യം അറിയിച്ചു. അത് കേട്ടപ്പോൾ അച്ഛനും സന്തോഷമായി. താമസിയാതെ ഒരു മുഹൂർത്തത്തിൽ മകൻ്റെ വെളിയും കുടിവെപ്പും കേമമായി ആഘോഷമായി നടത്തി. വെളി കഴിച്ചതിൻ്റെ ശേഷം മകൻ നമ്പൂതിരിപ്പാട് യക്ഷി പറഞ്ഞതുപോലെ ഒന്നിടവിട്ടുള്ള ദിവസം അന്തർജനത്തിൻ്റെ അടുക്കലും ഒന്നിടവിട്ടുള്ള ദിവസം വേറെ കിടന്ന് യക്ഷിയുടെ ഒപ്പം കിടക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അന്തർജനം ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. ഉണ്ണിയെ ഉപനയനത്തിനുള്ള കാലമായപ്പോൾ ഉപനയനത്തിൻ്റെ തലേ ദിവസം രാത്രി യക്ഷിയുടെ ദിവസമായിരുന്നതിനാൽ യക്ഷി പതിവ് പോലെ നമ്പൂതിരിപ്പാടിൻ്റെ അടുത്തെത്തി. ഉപനയനത്തിൻ്റെ കാര്യം നമ്പൂതിരി യക്ഷിയോട് പറഞ്ഞപ്പോൾ യക്ഷി ഒരു കാര്യം ആവശ്യപ്പെട്ടു. അവിടുത്തെ പുത്രനായ ഉണ്ണിക്ക് ഞാൻ വലിയമ്മയാണ്. അതുകൊണ്ട് നാളെ ഉപനയന സമയത്ത് ഉണ്ണി ക്രിയയുടെ ഭാഗമായി ഭിക്ഷ യാചിക്കുമ്പോൾ ആദ്യം ഭിക്ഷ കൊടുക്കാനായിട്ടുള്ള അവസരം എനിക്കാണ് ഉള്ളത്. അതവിടുന്ന് അനുവദിക്കണം, എന്നെക്കൊണ്ട് നടത്തിച്ചു തരികയും വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് യക്ഷി പറഞ്ഞു, സമയമാകുമ്പോൾ ഒരു അന്തർജനത്തിൻ്റെ വേഷത്തിൽ ഞാനിവിടെ വന്നുകൊള്ളാമെന്ന് വാക്കും കൊടുത്തു. ഉടനെ നമ്പൂതിരിപ്പാട് അത് സമ്മതിച്ചു. അങ്ങനെ ഉപനയനത്തിൻ്റെ സമയമായി. കാര്യങ്ങളൊക്കെ ക്രിയകൾ ആരംഭിച്ചപ്പോഴേക്കും ഭിക്ഷ കൊടുക്കാനുള്ള സമയമായപ്പോഴേക്കും മറക്കുടയും പുതപ്പുമൊക്കെ ധരിച്ച് അന്തർജനത്തിൻ്റെ വേഷത്തിൽ ഈ യക്ഷി അവിടെ എത്തി. കുറേ അരിയും പാത്രത്തിൽ എടുത്തുകൊണ്ടാണ് യക്ഷി വന്നത്. ഭിക്ഷ യാചിക്കുന്ന സമയമായപ്പോൾ നമ്പൂതിരിപ്പാട് കർമ്മിയോട് പറഞ്ഞു, ഇപ്പോൾ വിശേഷാൽ വന്നിരിക്കുന്ന ആ അന്തർജനത്തിൻ്റെ അടുക്കൽ വേണം ഭിക്ഷ യാചിക്കാൻ. ആദ്യം ഭിക്ഷയിടാനും ആ അന്തർജനം തന്നെ വേണം എന്ന് പറഞ്ഞു. ഉണ്ണിയുടെ അമ്മ രണ്ടാമത് ഭിക്ഷ ഇട്ടുകൊള്ളട്ടെ എന്ന് അച്ഛൻ ഈ നമ്പൂതിരി പറഞ്ഞു. അപ്പോൾ കർമ്മി പറഞ്ഞു, അത് പാടില്ല. ഉണ്ണിയുടെ അമ്മയാണ് ആദ്യം ഭിക്ഷയിടേണ്ടത്. അത് കഴിഞ്ഞല്ലാതെ മറ്റാർക്കും ഭിക്ഷയിടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഇപ്പോൾ വന്നിരിക്കുന്ന ഉണ്ണിയുടെ വലിയമ്മയാണ്. ഞാൻ ആദ്യം വെളി കഴിച്ചത് ഈ അന്തർജനത്തെയാണ്. അതിനാൽ ഈ അന്തർജനം വേണം ആദ്യം ഭിക്ഷയിടാൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടിയിട്ടുള്ളവരൊക്കെ വഴക്കും ശകാരവും ഒക്കെ ഉണ്ടാക്കി. എല്ലാവരും തനിക്ക് വിരോധമായി പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്പൂതിരിപ്പാട് ഒന്നിനും പറയാൻ സാധ്യമല്ലാതെ അവിടെ നിൽക്കേണ്ടി വന്നു. ഭിക്ഷ നൽകും എന്ന് യക്ഷി വാശി പിടിച്ചപ്പോൾ ആ യക്ഷിയെ അവിടെ നിന്നും പുറത്താക്കുകയല്ലാതെ വേറെ മാർഗമില്ലാത്തതിനാൽ ബാക്കി എല്ലാവരും കൂടി ആ യക്ഷിയെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. നമ്പൂതിരിപ്പാട് തടയാൻ നോക്കിയിട്ട് നടന്നില്ല. യക്ഷി പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ നമ്പൂതിരിപ്പാട് ഏറെ ദുഃഖത്തോടുകൂടി യക്ഷിയുടെ പുറകെ ചെന്നു. അപ്പോൾ യക്ഷി പറഞ്ഞു, അവിടുന്ന് ഒട്ടും വ്യസനിക്കരുത്. ഇതൊന്നും അവിടുത്തെ ദോഷം കൊണ്ടല്ലെന്ന് എനിക്കറിയാം. എനിക്ക് അവിടുത്തെ പേരിൽ ലേശം പോലും പരിഭവമില്ല. എങ്കിലും ഈ സ്ഥലത്ത് വെച്ച് എന്നെ അവമാനിച്ചതിനാൽ ഇനി 3 തലമുറ കഴിഞ്ഞാൽ പിന്നെ ഈ തറവാട്ടിൽ ഉണ്ണി ഉണ്ടാകില്ല, ഉപനയനം കഴിക്കാൻ സാഹചര്യമുണ്ടാകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശാപം കൊടുത്തു. എന്നാൽ ഇപ്പോഴൊരു വ്യാഴവട്ടത്തിലധികം കാലമായി എൻ്റെ സാന്നിധ്യം ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നതിനാൽ അതിൻ്റെ മഹാത്മ്യം കൊണ്ട് 2 തലമുറയ്ക്കുണ്ടാകുന്ന പുരുഷന്മാർ സരസ്വതി പ്രസാദം കൊണ്ട് വിശ്വവിഖ്യാതരായി തീരും എന്നൊരു അനുഗ്രഹവും കൊടുത്തു. ഇനിയും വളരെ കാലം ഭാര്യാപുത്രാദികളോടുകൂടി സുഖമായി ജീവിക്കാനുള്ള ആശീർവാദവും കൊടുത്തിട്ട് ആ യക്ഷി അവിടെ നിന്ന് കാണാമറയത്തേക്ക് മറയുകയാണ് ചെയ്തത്. പിന്നീട് ഉണ്ടായ കഥാപ്രകാരം 1891 ജനിച്ച വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാടും അന്തരിച്ച അച്ഛൻ നമ്പൂതിരിപ്പാടും 1893 അന്തരിച്ച മഹൻ നമ്പൂതിരിപ്പാടും വിശ്വവിസ്തൃതരായത് ആ യക്ഷിയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് വിശ്വസിച്ചു വരിക. ഏതായാലും പിന്നീട് വെൺമണി ഇല്ലത്ത് തലമുറ ഉണ്ടായില്ല അത്രേ. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.